വാർത്തകളിലേക്ക് തിരികെ. പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഇമാനുവൽ മക്രോണിന്റെ നിലപാടിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു. പ്രസിഡന്റ് നിലപാട് ഫ്രാൻസിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാഹുവിനയച്ച കത്തിൽ പറയുന്നു. നീക്കം നയതന്ത്രമല്ലെന്നും പ്രീണനം മാത്രമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി. വിശദാംശങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, പറയൂ. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഈ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ യോഗം ജനറൽ ബോഡി യോഗം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനറൽ കൗൺസിൽ യോഗം നടത്താനുള്ള സാഹചര്യമുണ്ട്. ഈ ജനറൽ കൗൺസിൽ യോഗം നടക്കുന്ന ആ യോഗത്തിലാണ് പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് ഫ്രാൻസ് എടുക്കുന്നത്. ഫ്രാൻസാണ് ആദ്യം ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രമായ ഫ്രാൻസ് എടുക്കുന്നു. പിന്നീട് അതിന് പിന്നാലെ ബ്രിട്ടനും കാനഡയും സമാന നിലപാട് പ്രഖ്യാപിക്കുന്നു. വ്യവസ്ഥകളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട് എങ്കിൽ കൂടി, ഹമാസിനെ നിരായുധീകരിക്കണം എന്നുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പറയുന്നുണ്ട് എങ്കിൽ കൂടി പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ടിൻ സ്റ്റേറ്റ്, അതായത് പാലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലും എന്ന ഒരു ടിൻ സ്റ്റേറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നയതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചത്. ഈ നിലപാട്, അതായത് അതിൻ്റെ ഭാഗമായി പാലസ്തീൻ എന്ന ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കും. നിലവിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല എങ്കിലും ആ സ്റ്റേറ്റിനെ അംഗീകരിക്കും എന്ന നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചത്. ഫ്രാൻസും അതുപോലെ തന്നെ സ്വാഭാവികമായും ബ്രിട്ടനും അതുപോലെ കാനഡയും ഈ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിൻ്റെ ഈ നിലപാട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം സ്വാഭാവികമായി വരികയും ചെയ്തു. ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കപ്പെടുന്നത്, അതായത് ഫ്രഞ്ച് പ്രസിഡന്റിന് അയച്ചിരിക്കുന്ന കത്തിൽ ഇത്തരത്തിലൊരു നിലപാട്, അതായത് പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഫ്രാൻസിൽ ജൂതവിരുദ്ധ വികാരം ആളിക്കത്തുകയും അത് ജൂതരെ എതിർക്കുന്ന പ്രത്യേക മതവിഭാഗങ്ങളെ അപ്പീസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവരെ പ്രീണനം നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം മാത്രമാണ് എന്നൊരു നിലപാടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമേറിയൊരു സൂചനയാണ് അദ്ദേഹം നൽകുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഫ്രാൻസിലുണ്ടായിരിക്കുന്ന പല തീവ്രവാദ ആക്രമണങ്ങളുടെ എല്ലാം പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയാതെ പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിൽ നിന്നും പിന്മാറണമെന്ന ഉറച്ച നിലപാട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഫ്രാൻസിനോട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂതവിരുദ്ധ വികാരം ആളിക്കത്തുകയും സ്വാഭാവികമായും അത് മറ്റു രീതിയിലുള്ള ചില കാര്യങ്ങളായി മാറുകയും ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായി ഇത് മാറുമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു കത്തിലൂടെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുന്നത്. ഗൗതം, പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ഇമാനുവൽ മക്രോണിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് എത്തിയിരിക്കുകയാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നിലപാട് തിരുത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിന് മുന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ നിർണായക വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഐസൺ ജോസ്.